ഏറ്റവും ഉയരമുള്ള കൊടുമുടി നമ്മുടെ എവറസ്റ്റ് അല്ല. അതുപോലെ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പോയിന്റും എവറസ്റ്റ് അല്ല. നമുക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന ചില കൊടുമുടികളുടെ രഹസ്യങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തെ എല്ലാവർക്കും മുന്നിലും ആ ഭീമൻ എവറസ്റ്റ് കൊടുമുടി ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു? നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ? അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഗ്രഹത്തിലെ ഏറ്റവും ഉയരമുള്ള പോയിന്റ്, ഭൂമിയുടെ കാമ്പിൽ നിന്ന് അകലെ റിയോബാംബയുടെ കാൽക്കൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമൂടിയ ഒരു കൊടുമുടി. പറഞ്ഞു വരുന്നത് ചിംബോറോസിയെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ ഒരേ സ്വരത്തിൽ എവറസ്റ്റ് എന്ന് മറുപടി നൽകും. എന്നാൽ ഉയരമുള്ള ഭാഗം അഥവാ പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് എവറസ്റ്റ് അല്ല, മറിച്ച് ഇക്വഡോറിലെ നിർജീവ അഗ്നിപർവ്വതമായ ചിംബോറോസോ ആണെന്ന് പറയേണ്ടി വരും. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് നിന്ന് കണക്ക് കൂട്ടുമ്പോൾ കേന്ദ്രഭാഗത്തിന് ഏറ്റവും അകലെയുള്ള പോയിന്റ് ചിംബോറോസയിലാണ്. ഭൂമിക്ക് പൂർണ്ണ വൃത്താകൃതി ഇല്ലെന്നും ദീർഘവൃത്തത്തിലാണ് ഇതുള്ളതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ സവിശേഷത കൊണ്ടാണ് ചിംബോറോസോ ഏറ്റവും ഉയരമുള്ള ഭാഗമായി പരിഗണിക്കപ്പെടുന്നത്. ഒപ്പം അഗ്നിപർവ്വതങ്ങളുടെ അവന്യൂവിന്റെ തെക്കേ അറ്റത്ത് പാൻ അമേരിക്കയുടെ ഹൈവേയുടെ 120 മൈൽ നീളവും 8 ഭീമാകാരമായ മഞ്ഞു മൂടിയ അഗ്നിപർവ്വത കോണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 6263 മീറ്റർ ഉയരമുള്ള ചിംബോറോസോ ഇക്വഡോറിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുമാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ ഭീമൻ കൊടുമുടിയുടെ പേരിലുണ്ട്. പ്രശസ്തമായ ആൻഡീസ് പർവ്വതനിരയിൽ ഉൾപ്പെട്ടതാണ് ഈ ചിംബോറോസോ. ഇക്വഡോറിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ഇത് ആൻഡീസിലെ ഏറ്റവും വലിയ കൊടുമുടിയായും പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു. ധാരാളം ഹിമാനികൾ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തിന് മുകൾ വശം വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയാണ്. ചിംബോറോസോ കീഴടക്കാനായി പർവ്വതാരോഹകർ 18, 19 നൂറ്റാണ്ടുകളിൽ കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ എഡ്വേർഡ് വിംപറാണ് ഒടുവിൽ അത് സാധിച്ചെടുത്തത്. 1880 അത്. വിംപർ 2 തവണയാണ് ഈ ചിംബോറോസോ കീഴടക്കിയത്. മുമ്പേ പറഞ്ഞല്ലോ ചിംബോറോസോ ഒരു നിർജീവ അഗ്നിപർവ്വതമാണെന്ന്. ഈ ചിംബോറോസോയുടെ അവസാന സ്ഫോടനം 1400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നാൽ പ്രാദേശിക താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് പർവ്വതം മാറുകയാണ്. ഇന്നല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് സ്ഫോടനാത്മകമാണ്. 1980-കൾ മുതൽ ചിംബോറോസോയുടെ ഹിമാനികൾ 6 കിലോമീറ്റർ വരെ പിൻവാങ്ങുകയും ഭൂമി ചെരുവുകളിൽ കൃഷിയോഗ്യമാവുകയും ചെയ്തു. മുകളിലേക്കുള്ള മാറ്റവും പ്രവചനാതീതമായ മഴയും കർഷകർക്ക് അതുകൊണ്ട് നേരിടേണ്ടി വരും. സസ്യങ്ങളും മൃഗങ്ങളും പൊരുത്തപ്പെടാൻ പാടുപെടുന്നത് കൊണ്ട് തന്നെ ചിംബോറോസോയെ വീടെന്ന് വിളിക്കുന്ന നിരവധി ആവാസ വ്യവസ്ഥകളും അവിടെയുണ്ട്. മഞ്ഞുമലകൾ ഉരുകുന്നതിന്റെ ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത് വർദ്ധിച്ച പാറ വീഴ്ചയാണ്. ഒരു കാലത്ത് ചിംബോറോസോയുടെ മുഖത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന പാറകൾ ഇപ്പോൾ മലകയറ്റക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും പാതയിലേക്ക് കൂടുതലായി തെറിച്ചു വീഴുന്നു. ഈ ഭീഷണി ബദൽ വഴികൾ ഉപയോഗിക്കാൻ അവരെ നിർബന്ധിതരാക്കിയിരിക്കുന്നു. അതേസമയം പാറമടകളിൽ നിന്നും ഹിമപാതകളിൽ നിന്നുമുള്ള അപ്രതീക്ഷിത മരണങ്ങൾ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എവറസ്റ്റ് ആണെന്നാണല്ലേ പറയുന്നത്. സമുദ്രനിരപ്പ് അടിസ്ഥാനമാക്കി പറയുമ്പോഴാണ് ഇത് ബാധകമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സമുദ്രനിരപ്പ് പരിഗണിക്കാതെ ചുവട് മുതൽ മുകൾ ഭാഗം വരെയുള്ള ഉയരമാണ് പരിഗണിക്കുന്നതെങ്കിൽ എവറസ്റ്റ് അല്ല ഏറ്റവും വലിയ പർവ്വതം. അത് ഹവായിയിൽ സ്ഥിതി ചെയ്യുന്ന മൗന കെയാണ്. ഹവായിയൻ ദ്വീപുകളിലെ പ്രവർത്തനരഹിതമായ അഗ്നിപർവ്വതം കൂടിയാണ് ഈ മൗന കെ. 4205 മീറ്റർ ഉയരമുള്ള ഹവായിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണിത്. സമുദ്രനിരപ്പിന് താഴെ മുകളിൽ നിന്ന് താഴേക്ക് അളക്കുകയാണെങ്കിൽ 10200 മീറ്റർ ഉയരമുള്ള ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായിരിക്കും ഇത്. അതായത് മൗന കെയുടെ നല്ലൊരു ഭാഗവും കടലിനടിയിലാണ്. ഇതിന് ഏകദേശം 10 ലക്ഷം വർഷം പഴക്കമുണ്ട്. മഞ്ഞുകാലത്ത് പലപ്പോഴും കൊടുമുടിയിൽ മഞ്ഞ് വീഴുന്നതിനാൽ മൗന കെ എന്നാൽ വെളുത്ത പർവ്വതം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും ഭീമന്മാരായ കൊടുമുടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.